തൊടുപുഴക്കാരുടെ കാസിമിക്ക. ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ പകുതി വയറ് നിറഞ്ഞു. മുളക്, അച്ചാർ, 2 മീൻ വറുത്തത്, കപ്പ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴക്കാരനാണ്. എക്സ്-ആർമി മല്ലു ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഒരു വളരെ സ്പെഷ്യലായിട്ടാണ് വന്നേക്കണം. ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. തൊടുപുഴയാണുള്ളത്. ഞാൻ പോകുന്നത് കാസിമിക്കയുടെ കടയിലേക്കാണ് പോകുന്നത്. കഞ്ഞിക്കടയാണ്. എല്ലാവരും ആലോചിക്കുക, അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്ന്. തൊടുപുഴക്കാരുടെ കാസിമിക്ക നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഏകദേശം അദ്ദേഹം ഒരു 35-40 കൊല്ലമായിട്ട് ഒരു കഞ്ഞിക്കട നടത്തുകയാണ്. ഇത് വഴി നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു. ഗാന്ധി സ്ക്വയറിൻ്റെ അവിടുന്ന് മൂലമറ്റം പോകുന്ന വഴിക്കാണ്. ഇത് സ്പെഷ്യലായിട്ട് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഒരു 35-40 കൊല്ലം ആയിട്ട് ഈ ഒരു ജോലിയിൽ തന്നെ ഈ ഒരു ഹോട്ടൽ കൊണ്ടു നടക്കുന്നു. അപ്പം അവിടെ വരുന്ന ജനങ്ങളുടെ തിരക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും അവിടെ സ്പെഷ്യൽ കാണും. അപ്പം ഞാനൊരു ദിവസം പോയി ടേസ്റ്റ് ചെയ്തു. അപ്പം ഈ ടേസ്റ്റ് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. അപ്പം ജനങ്ങളെല്ലാം അറിയട്ടെ ഇത്രയും നല്ലൊരു ടേസ്റ്റുള്ള കഞ്ഞി, ഉച്ചക്കഞ്ഞി ആയാലും ശരി, വൈകുന്നേരം ആയാലും ശരി, എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇവിടെ കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നേരെ കാസിമിക്കയുടെ കടയിൽ പോയി നമുക്ക് അന്വേഷിക്കാം. അപ്പം ആദ്യമായിട്ട് വരുന്നവർക്ക് വഴി കണ്ടുപിടിക്കാൻ ശക്കലം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടുന്ന് ഈ ചേട്ടൻ നിൽക്കുന്നുണ്ടോ, ഇവിടെയാണ് കേട്ടോ വഴി. ഇവിടെ എഴുതിയിട്ടുണ്ട് കഞ്ഞി ഹോട്ടൽ. നമ്മളവിടെ ഇങ്ങനെ എത്തി കേട്ടോ. കഞ്ഞി ഹോട്ടൽ ജുമ്മാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഈ ഒരു ഇടവഴി ഒന്ന് പോകണം. ഈ ഇടവഴി ഇങ്ങനെ പോയാൽ മതി. അവിടെ ബോർഡുണ്ട്. നമ്മളങ്ങനെ കാസിമിക്കയുടെ കടയിലെത്തി കേട്ടോ. കാസിമിക്ക അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തെ തന്നെ നേരിട്ട് സംസാരിക്കാം. കാസിമിക്ക, നമസ്കാരം. എങ്ങനെ പോകുന്നു? സുഖമായിട്ടിരിക്കുന്നോ? കാസിമിക്ക, നമസ്കാരം. കാസിമിക്ക, ഈ കഞ്ഞിക്കട ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ട്? ഏകദേശം ഒരു 40 കൊല്ലമായിട്ടുണ്ട്. 40 കൊല്ലം അല്ലേ? കാരണവന്മാർ മുതലുള്ളതാണല്ലേ? ഓക്കെ. അതായത് തൊടുപുഴക്കാർക്ക് പരിചിതനാണ്. അപ്പം ഇവിടെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നേരമാണ് ഈ ഒരു ടേസ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചത്. അപ്പം ഇവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ? സ്പെഷ്യലായിട്ട് ഇപ്പം കഞ്ഞി മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഇറച്ചി, മീനൊക്കെ വേറെ ഐറ്റം ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ. കഞ്ഞിയുടെ കൂടെ 1-2 ഐറ്റം കഞ്ഞിയുടെ കൂടെ മാത്രമേ ഉള്ളൂ. അതെ അല്ലേ? പിന്നെ അതുകൂടാതെ കപ്പ, മീൻകറി, മീൻ വറുത്തൊക്കെ വേറെ. അതുപോലെ കാസിമിക്ക, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാസിമിക്കയുടെ ഒരു ടേബിളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, മനോരമ പത്രത്തിലും ഒക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തായിരുന്നു? അതായത് നിങ്ങളെപ്പോലെ ആൾക്കാർ വന്ന് അറിഞ്ഞു കേട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, അറിഞ്ഞു കേട്ട് വന്ന് അങ്ങനെയൊക്കെ പബ്ലിസിറ്റി ആയിട്ട് പോകുന്നു എന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ 40 കൊല്ലത്തെ എക്സ്പീരിയൻസ് കാസിമിക്കയ്ക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സഹായികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കൊറോണ ആയതുകൊണ്ട് ഇപ്പം 5-6 പേരുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടൊരു ഞങ്ങൾ 2 പേര്, പിന്നെ പണിക്കാരായിട്ട് 2 പേരേ ഉള്ളൂ. 2-3 പേരേ ഉള്ളൂ. ഓക്കെ. ഒത്തിരി പേരുണ്ടായിരുന്നു. അല്ലെ കൊറോണ കാരണം ഇപ്പോൾ മറ്റൊരു ആൾ കുറവായപ്പോൾ. ഇപ്പം നമ്മൾ സാധാരണക്കാർ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നു വയറ് നിറച്ച് ആഹാരം കഴിച്ച് പോവുക എന്നുള്ളതാണല്ലോ. അപ്പം എത്ര രൂപയാണ് നിങ്ങളൊരു കഞ്ഞിക്ക് മേടിക്കുന്നത്? ഇപ്പം എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം അല്ല 3, എത്ര മേടിച്ചാൽ 30 രൂപ. അപ്പം എല്ലാവരോടും 30 രൂപയ്ക്ക് വയറ് നിറച്ച് കഞ്ഞി കുടിച്ചിട്ട് ഇവിടുന്ന് പോകാം. അതാണ് കാസിമിക്കയുടെ കഞ്ഞിക്കടയുടെ പ്രത്യേകത. അപ്പം നമ്മളതിനകത്ത് സ്പെഷ്യലായിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? കഞ്ഞിയുടെ പറയുവാണെങ്കിൽ നമ്മളൊരു തോരന്, ഒരു ചമ്മന്തി, ഒരു പപ്പടം, പിന്നെ അച്ചാറ്, പിന്നെ ഈ മുളക് വറുത്തത്, പിന്നെ
മോര് അത് കഞ്ഞിയിൽപ്പെട്ട 30 രൂപയ്ക്ക്. 30 രൂപയ്ക്ക്. അതായത് അതിൻ്റെ പുറമെയാണ് വരുന്നത് കപ്പ, മീൻ കറി, മീൻ വറുത്തൊക്കെ അതിന് പുറമെ തന്നെ. അതിൻ്റെ പുറമെ വരും അല്ലേ? അപ്പം ഒരു മീൻ വറുത്തതിനൊക്കെയോ? ഒരു മീൻ വറുത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 30 രൂപയും 40 രൂപയ്ക്ക് വരും. ആ മീനിൻ്റെ വലിപ്പം അനുസരിച്ച്. അതെ, ആ ഒരു രീതി. മീൻ കറിയാണെങ്കിൽ 40 രൂപ. ഓക്കെ. അപ്പം ഇത്രയും കാലവും നമ്മളെ തൊടുപുഴക്കാർക്ക് വെച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് കാസർഗോഡേക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് വലിയ ഒരു സഹായമില്ലാതെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓക്കെ. പിന്നെ ഇപ്പം രണ്ട് പെൺപിള്ളേരെ കെട്ടിച്ചു. പിന്നെ 2 പെണ്ണ് കെട്ടി. അങ്ങനെയൊക്കെ ഒരു കുടുംബമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു അല്ലേ? ഇപ്പം സഹായിയുടെ മകനാണല്ലേ? മകനുണ്ട്, ഇളയർക്കനാണ്. ഓക്കെ. പിന്നെ എൻ്റെ ഭാര്യയുണ്ട്. പിന്നെ നമ്മുടെ ഭാര്യയുണ്ട്. പിന്നെ വേറെ 2 പണിക്കാരുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം കാസിമക്കയുടെ വിശേഷങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് കഞ്ഞിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 30 രൂപയ്ക്ക് നിങ്ങൾ വയറ് നിറച്ച് കഞ്ഞി കുടിച്ച് പോവുക. അതാണല്ലോ എല്ലാവരെയും സംബന്ധിച്ച് അതാണ് ഏറ്റവും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അല്ലേ? അപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. രാഷ്ട്രീയക്കാരുണ്ട്, വലിയ ആൾക്കാരെ കൊള്ളാവുന്ന ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇതേ പേര് വരുന്നുണ്ടല്ലേ? അപ്പം കാസിമക്കയുടെ ആഹാരം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്തത് നമുക്ക് അഭിപ്രായം പറയാം. മക്കളെ, എല്ലാ സാധനവും നമ്മുടെ ടേബിളിൽ എത്തിക്കഴിഞ്ഞു. ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ പകുതി വയറ് നിറഞ്ഞു. കഞ്ഞി, കിച്ചടി എന്തോ ആണെന്നാണ് തോന്നണേ, പിന്നെ ചമ്മന്തി, തോരൻ, പപ്പടം, മുളക്, അച്ചാർ, 2 മീൻ വറുത്തത്, കപ്പ, ഇത്രയും കൂട്ടാൻ പോകുക 30 രൂപയ്ക്ക്. പിന്നെ മീനിന് സെപ്പറേറ്റ് പൈസയാണ് കേട്ടോ. 30 രൂപയ്ക്ക് കഞ്ഞി, മോര്. ശരിക്കും പറഞ്ഞാൽ 30 രൂപയ്ക്ക് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പോവുക. എല്ലാവരെയും സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് എപ്പോഴും അവൻ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇത് പത്തലമുളക് വറുത്തതാണ്, ഉണങ്ങി വറുത്തത്, പച്ചമുളക് കൊണ്ട് ഉപ്പിട്ട് കഴിക്കുന്നു. എപ്പോഴും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വയറ് നിറച്ച് 30 രൂപയ്ക്ക് കഴിച്ചിട്ട് പോകാം. എന്തായാലും വന്നപ്പം ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് ഒഴിച്ചു നോക്കാം. നല്ല ചൂട് കഞ്ഞി കേട്ടോ, ചൂട്. ചെമ്മീൻ പൊടിച്ചതാണേ. അത് മുട്ടക്രൂസ് തോരൻ, അതും അടിപൊളി. അത് ബീട്രൂട്ട് ആയിരിക്കണം. ഇതൊരു പുതിയ ഐറ്റമായിട്ട് തോന്നുന്നു കേട്ടോ. ബീട്രൂട്ടിൻ്റെ അച്ചാറാണ്. ഒരു വെറൈറ്റി അച്ചാർ. പിന്നെ എല്ലാവർക്കും അറിയാലോ മത്തി വറുത്തത്, കപ്പ. നമുക്ക് ആ കപ്പയുടെ കൂടെ ടേസ്റ്റ് ഒന്ന് പറയാം. ഇത് എന്നാ ചാറാണോ ഒഴിച്ചേക്കണേന്ന് എനിക്കറിയില്ല. മീൻ ചാറാണോ ഒഴിച്ചിരിക്കുന്നത്? മീൻ ചാറ് അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാണല്ലോ ഈ ആഹാരം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു. അതായത് വയർ നിറയുന്നേടം വരെ അവർ കഞ്ഞി തരും. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം നമുക്കവർ കഞ്ഞി തരുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു റേറ്റ് 30 രൂപ എന്ന് പറയുന്ന ആ ഒരു പ്രൈസിൽ നമുക്ക് കഞ്ഞി ലഭിക്കുന്നു. അപ്പം തൊടുപുഴക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് ഇടുക്കി വഴിയിലേക്ക് യാത്ര ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ യാത്രാ മധ്യത്തിൽ വരികയാണെങ്കിൽ കാസിമിക്കയുടെ കടയിൽ വരാൻ ഒരു കാരണവശാലും മറക്കണ്ട. കാസിമിക്കയുടെ അഡ്രസ്സ് അല്ലെ ഫോൺ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇൻട്രോയിൽ കണ്ടല്ലോ, കാസിമിക്കയുടെ കടയിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്ന് മൂലമറ്റം പോണ വഴിക്ക് ജുമ്മ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ്
ഒരു ഇടവഴിയാണ് വരേണ്ടത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ടേസ്റ്റി ആയിട്ട് 30 രൂപയ്ക്ക് ആഹാരം നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കണം, കഞ്ഞി കഴിക്കണം, ഇങ്ങോട്ട് പോരെ. വേറെ ഒന്നും നോക്കണ്ട. കാസിമിക്കയുടെ കട, തൊടുപുഴക്കാരുടെ കാസിമിക്ക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ജയ് ഹിന്ദ്.